ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 33 അധ്യായം 22 വാക്യം. യഹോവേ, ഞങ്ങൾ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 33 മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും വിശ്വസ്തതയും സൃഷ്ടിയുടെ മേലുള്ള അവൻ്റെ അധികാരവും പ്രഖ്യാപിക്കുന്നൊരു സ്തുതിഗീതമാണ്. മനുഷ്യൻ്റെ ശക്തിയും സൈന്യവും സമ്പത്തും രക്ഷ നൽകാനാവില്ലെന്ന് ഈ അധ്യായം പറയുന്നു. യഥാർത്ഥ സുരക്ഷയും രക്ഷയും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ്. ഈ അവസാന വചനമായിട്ടുള്ള 22 വാക്യം ഒരു പ്രാർത്ഥനാപൂർണമായൊരു സമാപനമാണ്. സ്തുതിയോടെ ആരംഭിച്ച അധ്യായം വിശ്വാസത്തോടെ അവിടെ അവസാനിക്കുകയാണ്. ഇത് തുടങ്ങുന്നത് നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നവർക്ക് നേരുള്ളവർക്ക് ഉചിതമല്ലോ എന്ന് തുടങ്ങി. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ എന്നാണ് അവസാനിക്കുന്നത്. ഞങ്ങൾ നിനക്ക് ആശ്രയിച്ചിരിക്കുന്നത് പോലെ ഇതൊരു സാധാരണ വാക്കല്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളിലും കഷ്ടതകളിലും ദൈവത്തെ പിടിച്ചുപറ്റി മനുഷ്യ സഹായങ്ങളെക്കാൾ ദൈവസഹായത്തെ മുൻഗണന നൽകുക എന്നുള്ളതാണ്. ആശ്രയം എന്നത് വെറുമൊരു വിശ്വാസമല്ല, നമ്മുടെ പ്രതീക്ഷയും സമർപ്പണവും കൂടിയാണ്. നിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ഇവിടെ കൃപ എന്ന് പറയുന്നത് സംരക്ഷണം, കരുണ, ആഗ്രഹം, മാർഗദർശനം എല്ലാമാകാം. ദൈവകൃപയില്ലാതെ മനുഷ്യൻ അസഹായനാണ്. പക്ഷേ ദൈവകൃപയുണ്ടെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമെന്നാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഭയം എപ്പോഴും കുറവായിരിക്കും. വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾക്ക് കൃപ ലഭിക്കുന്നത്. ദൈവത്തിൽ നാം പ്രത്യാശ വയ്ക്കുമ്പോൾ ഒരിക്കലും അവൻ നമ്മെ നിരാശയാക്കുകയില്ല. ജീവിതം അനിശ്ചിതത്വമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ദൈവത്തിൻ്റെ കൃപ ഉറപ്പുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം കർത്താവിനോട് പറയുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുക. വിജയം ലഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക. പരാജയം വന്നാലും ദൈവത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതിരിക്കുക. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ജീവിതം ശാന്തിയും ആത്മവിശ്വാസവും നൽകും. കർത്താവിൻ്റെ മക്കളായി നമുക്ക് ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപയും സംരക്ഷണവും എന്നുമുണ്ടായി നമ്മുടെ പ്രതീക്ഷയിൽ ദൈവം നമ്മളെ ഒരിക്കലും നിരാശരാക്കാതിരിക്കുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.